ഈ ക്രിസ്മസിന് ഈ ചുവന്ന തൊപ്പിയും പിന്നെ അതിനനുബന്ധിച്ച ഈ ചുവന്ന പിന്നെ കറുപ്പുമൊക്കെ ഇടകലർന്ന ഷർട്ടും കൂടി ധരിച്ചപ്പോൾ എനിക്ക് പണ്ട് കാലങ്ങളിൽ ഓരോ വാരികകൾ ഈ പൈങ്കളി വാരിക മാസികയൊക്കെ പണ്ട് വരുമായിരുന്നല്ലോ. അതിൽ നോവൽസ് വരുമായിരുന്നു. ഈ ചോരയുടെ നിറം ചുവപ്പ് എന്നൊക്കെ പറഞ്ഞ രസകരമായിട്ടുള്ള ഇന്ന് നമുക്ക് തമാശയായിട്ട് തോന്നാവുന്ന ചില പേരുകളിൽ നോവൽ വരുമായിരുന്നു. ആലോചിച്ച് കഴിഞ്ഞപ്പോൾ മനുഷ്യ ചരിത്രത്തിൽ ഇത്രയേറെ ഭയപ്പാടും എന്നാൽ ഇത്രയേറെ ജീവനുകൾ രക്ഷിച്ചതുമായിട്ടുള്ള മറ്റൊരു വസ്തു ഉണ്ടാവില്ല. എന്തിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്? രക്തം, അതായത് ബ്ലഡിനെ കുറിച്ച് ചോദിച്ചാൽ ആൾക്കാർക്ക് ഭയവുമുണ്ട്, അതേ സമയത്ത് ജീവൻ രക്ഷിക്കുന്ന സാധനമാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ഡൊണേറ്റ് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് കൊതുക് അത് കടിക്കുമ്പോൾ കൊതുകിനെ കൊല്ലണം, എന്നിട്ട് സ്വന്തം രക്തം അപ്പോഴാണ് പലരും നേരിട്ട് കാണുന്നത്, അല്ലേ? എന്നാൽ എന്താണ് രക്തം എന്ന് ചോദിച്ചാൽ നമ്മളിൽ പലർക്കും അറിയില്ല. അതിൻ്റെ ബേസിക്സ്, ഏറ്റവും അടിസ്ഥാന പാഠങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആൻഡ് ഐ എം ഷുവർ നിങ്ങൾക്കും ഇതറിയാൻ താല്പര്യം ഉണ്ടാവും. സോ ലെറ്റ്സ് ഡൈവ് ഇൻ എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. കാരണം ഇതൊരു ദ്രാവകമായിട്ടാണ് നമ്മളെല്ലാവരും കാണുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇത് ശരീരത്തിൻ്റെ ഏതൊരു ടിഷ്യൂവിനെയും പോലെ, അതായത് കോശങ്ങളുടെ ഒരേ പ്രവൃത്തി ചെയ്യുന്ന കുറേ കോശങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ടിഷ്യൂസ് എന്ന് പറയുന്നത്, വിശേഷിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ടിഷ്യൂ മാത്രമാണ് മനുഷ്യ ശരീരത്തിൻ്റെ കണക്റ്റീവ് ടിഷ്യൂ എന്നാണ് പറയുന്നത്. ഈ കണക്റ്റീവ് ടിഷ്യൂ ഏതാണ്ട് 5 ലിറ്ററാണ് പൂർണ്ണ വളർച്ച പ്രാപിച്ച ഒരു വ്യക്തിയുടെ ശരീരത്തിലുണ്ട്. 5 liters ഓഫ് ബ്ലഡ്. ഈ 5 liters ഓഫ് ബ്ലഡ്, ഇനി ശ്രദ്ധിച്ചോളൂ കേട്ടോ, ഈ വെറും 5 ലിറ്റർ രക്തം ഓരോ ദിവസവും യാത്ര ചെയ്യുന്ന എത്രയാണെന്നറിയാവോ? ഓരോ ദിവസവും നിങ്ങളുടെ രക്തക്കുഴലുകൾക്ക് എല്ലാത്തിനും കൂടി ഏതാണ്ട് 60,000 മൈൽ നീളമുണ്ട്. എല്ലാ രക്തക്കുഴലിനും കൂടി എത്രയാണ്? 60,000 മൈൽ, 60,000 മൈൽസ്. ഈ 60,000 മൈൽസിൽ ഈ 5 ലിറ്റർ രക്തം യാത്ര ചെയ്യുമ്പോൾ ഓരോ ലിറ്റർ യാത്ര ചെയ്യുന്ന എത്രയാണ് ഒരു ദിവസം? 12,000 മൈൽ. 12,000 മൈൽ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഡൽഹിക്ക് പോണ ദൂരം 1200 മൈലാണ്. അതായത് കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്ന. അപ്പോൾ 1200 മൈൽ 10 തവണ പോയി വരുമ്പോൾ ഉണ്ടാവുന്ന ദൂരമാണ് ഈ 12,000 മൈൽ എന്ന് പറഞ്ഞാൽ. തിങ്ക് ഓഫ് ഇറ്റ് ദാറ്റ് വേ. ഒരു ദിവസം 1 ലിറ്റർ രക്തം യാത്ര ചെയ്യുന്ന ഒരു ദൂരം ശരാശരി ഇത്രയാണ്. ആൻഡ് എന്തിനാണ് ഇത്രമാത്രം യാത്ര ചെയ്യുന്നത് ആലോചിച്ചിട്ടുണ്ടോ? ഓക്കെ, നമുക്ക് പറയാം. ഓക്കെ, ഓക്സിജൻ എത്തിക്കാനുള്ള. ഓക്സിജൻ എത്തിക്കൽ മാത്രമല്ല രക്തത്തിൻ്റെ ഒരു കടമ അല്ലെങ്കിൽ കർത്തവ്യം. രക്തത്തിന് 2 ഘടകങ്ങളുണ്ട്. ഒന്ന് ദ്രാവക ഘടകം, പിന്നെ ഒരു ഖര ഘടകം, അതായത് ലിക്വിഡ് പാർട്ട് ആൻഡ് ദ സോളിഡ് പാർട്ട്. അപ്പോൾ ഈ ലിക്വിഡ് പാർട്ട്, ദ്രാവക ഘടകമാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. പ്ലാസ്മയെക്കുറിച്ച് പറയുമ്പോൾ ചിലരുടെ തലയിലെങ്കിലും ലഡു പൊട്ടും. ഞാനിത് കേട്ടിട്ടുണ്ടല്ലോ, പ്ലാസ്മ പ്രോട്ടീൻസ്. കറക്റ്റ്, പ്ലാസ്മയിലാണ് ഈ പ്രോട്ടീൻസ്, ഹോർമോൺസ് പോലത്തെ പല 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 സാധനങ്ങളും ശരീരത്തിന് ആവശ്യമായത് ഒരു സ്ഥലത്ത് ഉൽപ്പാദിപ്പിച്ച് വേറൊരു സ്ഥലത്തേക്ക് എത്തിക്കേണ്ടതായിട്ടുള്ള പല വസ്തുക്കൾ എത്തിക്കുന്നത് പ്ലാസ്മയിലൂടെയാണ്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് അറൗണ്ട് 50%, 50%. രക്തത്തിൻ്റെ മൊത്തത്തിലുള്ള ഘടനയുടെ 50% ഈ പ്ലാസ്മ. പിന്നെ പ്ലാസ്മയിൽ തന്നെയാണ് നമ്മൾ ഗ്ലൂക്കോസ് നോക്കുന്നത്. പ്രമേഹമുള്ളവർ രക്തം പരിശോധിക്കുമ്പോൾ പ്ലാസ്മ ഗ്ലൂക്കോസാണ് നോക്കാറുള്ളത്. അപ്പോൾ ബാക്കി 50% ഖരമാണ്, എന്ന് വെച്ചാൽ സോളിഡ്സ് ആണ്. അത് സെല്ലുലാർ കോമ്പോണൻറ്റ്. അതിലാണ് ഈ RBCs, WBCs, പ്ലേറ്റ്ലെറ്റ്സ് എന്ന ഈ കോശങ്ങളൊക്കെ പെടുന്നത്. അതിലേക്ക് പിന്നീട് വരാം. അപ്പോൾ ഈ പ്ലാസ്മ ബേസിക്കലി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എവിടെ നിന്നാണ് എടുക്കുന്നത്? രക്തത്തിൽ നിന്ന് തന്നെയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? വളരെ സിമ്പിളാണ്. സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. മറ്റൊന്നുമല്ല, ഒരു ടെസ്റ്റ് ട്യൂബിൽ രക്തം എടുത്തിട്ട് അത് നല്ല സ്പീഡിൽ കറക്കും. ഇന്ന് അതിന് വേണ്ടിയുള്ള യന്ത്രങ്ങളൊക്കെ ഉണ്ട്. പണ്ട് കൈ ഉണ്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് വെറുതെ യന്ത്രത്തിൽ കറക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ ദ്രാവക രൂപം ഏറ്റവും മുകളിലും പിന്നെ ഹെവി ആയിട്ടുള്ള, അതായത് കനമുള്ള കോശങ്ങളിലെ സെല്ലുലാർ കോമ്പോണൻറ്റ് സെൽസ് എല്ലാം അടിഭാഗത്തും ഇങ്ങനെ അടിഞ്ഞുകൂടും. അപ്പോൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. പ്ലാസ്മയിൽ ആവശ്യമായിട്ടുള്ള ഘടകം നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പ്ലാസ്മ കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ പ്രോട്ടീൻസ് വേർതിരിഞ്ഞ് വരും.
അപ്പോൾ പ്ലാസ്മ പ്രോട്ടീൻസ് എടുക്കാം, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഹോർമോൺസ്, പിന്നെ ഗ്ലൂക്കോസ്, അതെല്ലാം അതിൽ അളന്നെടുക്കാൻ പറ്റും. അതാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ സെൽസിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ധാരണയുണ്ട്. ഏതൊക്കെയാണ്? RBCs, WBCs, പ്ലേറ്റ്ലെറ്റ്സ്. പക്ഷെ ഇതിൻ്റെ ഒക്കെ ഇടയിൽ ഒരു സാധനം നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ ബ്ലഡ് ഗ്രൂപ്പ്സ്. ബ്ലഡ് ഗ്രൂപ്പ്സിലാണ് ശരിക്കും ഇത്രയും ജീവനുകൾ രക്ഷിക്കാൻ പറ്റുന്നത്. ബ്ലഡ് ഗ്രൂപ്പ് പ്രസവത്തിന് വേണ്ടി മാത്രമല്ല. ചിലർ പറഞ്ഞാൽ ബ്ലഡ് ഗ്രൂപ്പ് പ്രസവ സമയത്ത് നോക്കാറുണ്ടല്ലോ, അല്ലേ? അല്ല. ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇത്രയും പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു ഘടകമില്ല. ബ്ലഡ് കൗണ്ട്സ് ഓഫ് കോഴ്സ് ഇമ്പോർട്ടൻറ്റ്, പക്ഷേ ബ്ലഡ് ഗ്രൂപ്പിംഗ് ആണ് അവിടെ, കമ്പാറ്റബിലിറ്റി, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല. പക്ഷെ ബ്ലഡ് ഗ്രൂപ്പ്സിനെ നമ്മൾ മറക്കരുത്, വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്. നമ്മൾ ബ്ലഡിനെ കുറിച്ച് പറയുമ്പോൾ അത് പറയാതിരിക്കാൻ വയ്യ. ഇനിയിപ്പോൾ 3 സെൽസാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? RBCs, WBCs, പ്ലേറ്റ്ലെറ്റ്സ്. RBCs ഹീമോഗ്ലോബിൻ അതിലാണ് ഉള്ളത്. ഏതിൽ? RBCസിലാണ് ഉള്ളത്. അപ്പോൾ ബ്ലഡ് കൗണ്ട് എന്ന് പൊതുവേ ചിലർ വിശേഷിപ്പിക്കാറുള്ള കാര്യം അവരുദ്ദേശിക്കുന്ന HB ആണ്. പിന്നെ HB ഈസ് ഡിഫറെൻറ്റ് ഫ്രം HbA1c. ഓർമ്മ വയ്ക്കുക. ചിലർക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, HBയും HbA1c ഒന്ന്. അപ്പോൾ HbA1c എത്ര ഉണ്ടെന്ന് വയ്ക്കുമ്പോൾ അവർ HBയുടെ ലെവൽ പറയാറുണ്ട്. ഇത് രണ്ടാണ്. ഓഫ് കോഴ്സ് ഹീമോഗ്ലോബിൻ, അതായത് HBയുടെ തന്നെ വേറൊരു രൂപമാണ് HbA1c. പക്ഷേ ഇവ ഒന്നല്ല. അതായത് ക്രൂഡ് ഓയിലിൽ നിന്ന് എടുക്കുന്നതാണ് പെട്രോളും ഡീസലും മണ്ണെണ്ണയൊക്കെ. പക്ഷേ ഇത് രണ്ടും ഒന്നാണോ? അപ്പോൾ മണ്ണെണ്ണയ്ക്ക് പകരം നമുക്ക് ക്രൂഡ് ഓയിൽ ഉപയോഗിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ മറിച്ച് ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റില്ല. അതേപോലെയാണ് ഇവിടെ. അപ്പോൾ HbA1cയും രണ്ടാണ്. പ്ലീസ് റിമെമ്പർ ദാറ്റ്. ഹൗഎവർ, കമ്മിങ് ബാക്ക്, ഇനിയിപ്പോൾ RBCസിൽ HB ഉണ്ട്. അത് നമ്മുടെ നാട്ടുകാരിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു അളവാണ്. കാരണം ഇത്രമാത്രം വിളർച്ചയുള്ള ഒരു നാട് വേറെ ഉണ്ടാവില്ല. നമ്മുടെ രാജ്യത്താണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ വിളർച്ചയ്ക്ക് ഏറ്റവും നല്ല പ്രതിരോധമുണ്ട് നല്ല ഡയറ്റും പിന്നെ നല്ല ഭക്ഷണ രീതിയും. എന്ത് കഴിക്കുന്നു എന്നുള്ളതല്ല, എത്ര കഴിക്കുന്നു, എങ്ങനെ കഴിക്കുന്നു എന്നുള്ളതും വളരെ പ്രാധാന്യം അർഹിക്കുന്നു. പിന്നെ പ്രമേഹ രോഗികളിൽ ഈ HB കുറയാൻ വേറൊരു കാരണം കിഡ്നി രോഗങ്ങൾ. അതിനെക്കുറിച്ച് വേറൊരു വീഡിയോയിൽ ഞാൻ വിശദീകരിക്കാം. ഇപ്പോൾ തൽക്കാലം ഇവിടെ നമുക്ക് അടുത്ത WBCസിലേക്ക് കിടക്കാം. WBCs ആണ് ല്യൂക്കോസൈറ്റ്സ് എന്ന് പറയുന്നത്. ശ്വേത രക്തകോശങ്ങളാണിവ. അപ്പോൾ RBCസിൽ ഹീമോഗ്ലോബിൻ ഉള്ളതിനാൽ അവ നല്ല ചുവന്നിരിക്കും. WBCസിൽ ഹീമോഗ്ലോബിൻ ഇല്ല, അതിനാൽ അവ അത്രയും ചുവപ്പല്ല. മൊത്തത്തിൽ രക്തത്തിൻ്റെ നിറം ചുവപ്പ് തന്നെയാണ് കേട്ടോ, നീലയോ മഞ്ഞയോ കറുപ്പോ ഒന്നുമല്ല. ചിലർ പറയാറുണ്ട് ചില രക്തകോശങ്ങൾ കറുത്തായിരിക്കുന്നത് എന്ന് പറഞ്ഞു. രക്തത്തിൻ്റെ മൊത്തത്തിലുള്ള നിറം ചുവപ്പ് തന്നെയാണ്. പുറമെ കാണുമ്പോഴും അതിനെ ചിലപ്പോൾ ഒരു നീലിച്ച നിറം കാണാറുണ്ടെന്ന് മാത്രം. ബട്ട് യൂഷ്വലി ഇറ്റ് ഈസ് റെഡ്, പല ഷെയ്ഡ്സ് ഓഫ് റെഡ്. പ്ലീസ് റിമെമ്പർ ദാറ്റ്. എനിവേ, കമ്മിങ് ബാക്ക് ടു ദ അപ്പോൾ WBCs. പ്ലേറ്റ്ലെറ്റ്സ് ആണ് കോയാഗുലേഷൻ, അതായത് ബ്ലഡ് ക്ലോട്ടിങ്ങിന് വളരെ പ്രധാനപ്പെട്ട കോശങ്ങൾ. അത്ര മാത്രം ഇപ്പം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ഇനി എന്തിനാണ് ഇത്രയും പറഞ്ഞത്? ഇതിൽ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, രക്തത്തിന് വേണ്ട രീതിയിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കാറില്ല. ഇക്കാലത്ത് പ്രത്യേകിച്ച് സാങ്കേതികവിദ്യ ഇത്രയും വന്നതോടെ ആൾക്കാർക്ക് വളരെ ലളിതമായ രക്തപരിശോധനകൾ ചെയ്യാൻ താല്പര്യമില്ല. ഇവിടെ എന്നെ കാണാൻ വരുന്നവർ നിർബന്ധമായി ഞാൻ രക്തപരിശോധന ചെയ്യിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളുടെ 7 അയലത്തടുക്കല്ല ഏത് വമ്പൻ ടെസ്റ്റും വേറെ, അതായത് ഇമേജിങ്, MRI, പെക്ട്, ആന, ചേന എന്നൊക്കെ പറയുന്നതൊക്കെ ഈ ഒരു സാധാരണ വളരെ ലളിതമായിട്ട് സിമ്പിളായിട്ട് കുറഞ്ഞ ചെലവിൽ ചെയ്യാൻ സാധിക്കുന്നതും എന്നാൽ അത്യധികം ഇൻഫർമേഷൻ, അറിവ് തരുന്നതുമായിട്ടുള്ള വേറൊരു പരിശോധന ഇല്ല ഭൂമിയിൽ ആസ് ഓഫ് ടുഡേ. അതിനാൽ രക്തവും പിന്നെ രക്തത്തിന് ബന്ധപ്പെട്ട് ഉള്ള പരിശോധനകളെയും നമ്മൾ ഒരിക്കലും അവഗണിക്കരുത്. ഓക്കെ. ആൻഡ് രക്തപരിശോധനയിൽ വേറൊരു കാര്യം കൂടി പറയട്ടെ. രക്തം എങ്ങനെ എടുക്കുന്നു, എങ്ങനെ സ്റ്റോർ ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സാമ്പിളിംഗ് എറേഴ്സാണ് പലപ്പോഴും രക്തപരിശോധനകൾ തെറ്റാനുള്ള കാരണം. സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറയുമ്പോൾ ലാബുകാരെ മാത്രം അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ ആശുപത്രികളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പല പേഷ്യൻസും ചെയ്യുന്ന തെറ്റാ. ഒരു വളരെ കോമൺ മിസ്റ്റേക്ക് ഞാൻ കാണിച്ചു തരാം. ഗ്ലൂക്കോമീറ്റർ ഉണ്ടല്ലോ എല്ലാവരും വീട്ടിലല്ലേ? നിങ്ങൾ മിക്കവാറും ഗ്ലൂക്കോമീറ്റർ ഉപയോഗിക്കുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം അതുകൊണ്ട് ഒന്ന് കുത്തും. ഗ്ലൂക്കോമീറ്ററിൻ്റെ ആ ലാൻസെറ്റ് കൊണ്ട് കുത്തി കഴിയുമ്പോൾ ആദ്യം ചോര വന്നില്ല എന്നിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ഇതിങ്ങനെ പിച്ചി
രക്തം വരുത്തി ചെയ്യാനുള്ള, അതായത് ഈ തോർത്തിൽ നിന്നൊക്കെ പിഴിഞ്ഞ് അവസാനത്തെ തുള്ളി വെള്ളം കൂടി കളയില്ലേ, അതുപോലെ ഇത് പിഴിഞ്ഞ് രക്തം വരുത്തി ചെയ്യാൻ ശ്രമിക്കും. തെറ്റായ ഒരു രീതിയാണ്. കാരണം അങ്ങനെ പിഴിയുമ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഹീമോലൈസിസ് സംഭവിക്കുന്നു. നമുക്ക് വേണ്ടത് പ്ലാസ്മയിലെ ഗ്ലൂക്കോസാണ്, അല്ലാണ്ട് കോശങ്ങൾക്കകത്തുള്ള ഗ്ലൂക്കോസ് അല്ല. ആ കോശങ്ങളെ നശിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ പിഴിയുന്നത് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആക്ച്വലി അവിടെ കോശങ്ങളും ഇതാവുന്നു, നശിഞ്ഞു പോകുന്നു. അപ്പോൾ കിട്ടുന്ന ലെവല് പലപ്പോഴും, അതായത് ഗ്ലൂക്കോസിൻ്റെ ലെവൽ പലപ്പോഴും തെറ്റായിരിക്കും. അതിനാൽ ഈ രക്തപരിശോധന, ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് രക്തപരിശോധന ചെയ്യുമ്പോൾ ആദ്യം ലൈറ്റായിട്ടൊന്ന് അമർത്തി പിടിക്കുക, എന്നിട്ട് വേണം സാമ്പിൾ എടുക്കാൻ. അപ്പോൾ സാമ്പിളിങ് എറേഴ്സിൽ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻസിലിടുക. രക്തത്തെക്കുറിച്ച് അടിസ്ഥാനപരമായിട്ടുള്ള, വളരെ ബേസിക് ആയിട്ടുള്ള, ഇൻഫാക്റ്റ് ഞാൻ പറയുന്നുണ്ടെങ്കിൽ സ്കൂളിലും കോളേജ് തലത്തിലൊക്കെ നമ്മൾ അറിഞ്ഞിരുന്ന കാര്യങ്ങൾ എന്നാൽ എപ്പോഴോ വിസ്മരിച്ചു പോയി, എപ്പോഴോ നമുക്ക് അതിൻ്റെ പ്രാധാന്യം മറവി വന്നു അല്ലേ. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ വളരെ ഗുണകരമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ബിക്കോസ് എനിക്കും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാൻ സാധിച്ചു. നിങ്ങൾക്ക് പുതിയ അറിവുകൾ പകർന്നു കൊടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. വിഷ് യു ഓൾ എ വെരി ഹാപ്പി ന്യൂ ഇയർ ആൻഡ് സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി ആൻഡ് ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.